ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തെ ഏതാണ്ടൊന്ന് അലക്കി വെളുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തെ ഒന്ന് ശുദ്ധീകരിക്കുക എന്ന രൂപത്തിൽ ബക്കറ്റും ചൂലും വെള്ളവും സോപ്പ് പൊടിയുമൊക്കെയായി ഫിനോയിലുമൊക്കെയായി ഇറങ്ങിയതാണ് നമ്മുടെ അൻവറിക്ക. ADGP നന്നാക്കണം, മുഖ്യമന്ത്രിയെ പിന്നെ MLA-മാരിലും MP-മാരിലും മന്ത്രിമാരിലും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരിലും ഒക്കെയുള്ള അഴിമതികൾ, അനധികൃതമായ പ്രവർത്തനങ്ങൾ, തടിവെട്ടി വിറ്റതുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാനൊരു പച്ചയായ മനുഷ്യനായി, പൊതുസേവകനായി, ജനപ്രതിനിധിയായി, സാധാരണക്കാരായിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നൊക്കെ അൻവർ വലിയ രൂപത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മൾ വിചാരിച്ചു അൻവറിന്റെ മടിയിൽ കനമുണ്ടാകില്ല, അതുകൊണ്ട് അൻവറിന് ഭയവും ഉണ്ടാകില്ല വഴിയിൽ. പക്ഷെ അൻവർ പറഞ്ഞു, എന്റെ മടിയിൽ കനമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതിനകത്ത് എല്ലാം ഉണ്ട്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെയും PV അൻവറിനെയും ശക്തമായ രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻജി. VD സതീശന്റെ കഴിവുകേടുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ സുഖിച്ച് കേരളക്കരയിൽ വാഴുന്നതെന്നും കള്ളന്മാരുടെ നേതാവാണ് പിണറായി വിജയൻ എന്ന് ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ചു പറയുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിമർശനമല്ല. കറ്റൻട്രിയായിട്ട് ആരുടെ മുഖത്ത് നോക്കിയും ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ വിളിച്ചു പറയാൻ യാതൊരു ഭയവുമില്ലാത്ത ഒരു സ്ത്രീ കൂടിയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അവരെ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. സാധാരണക്കാരന്റെ കൂടെ നിൽക്കാനും സാധാരണക്കാരന്റെ ആവശ്യങ്ങളും വേദനകളും അറിഞ്ഞ് അവർക്കൊപ്പം ഒരു കൈത്താങ്ങായി ഒരു നാടിനെ പിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവരെ തോൽപ്പിച്ച ആളുകൾക്ക് അതിന്റെ ഭാഗ്യമില്ലാതെ പോയി. പിണറായി വിജയൻ എന്ത് PR ഏജൻസി നടത്തിയിട്ടും കാര്യമില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയന്റെ പ്രേമഭാജനമാണ് VD സതീശൻ. പിണറായി ഇടയ്ക്കിടെ VD സതീശന് കത്തയക്കും. വിഷയങ്ങൾ വഴി തിരിച്ചുവിടാനുള്ള കാര്യമാണ് ആ കത്തിൽ ഉണ്ടാവുക. ഇങ്ങനെ ഒന്നാണ് പൂരം കലക്കിയതിനെ കുറിച്ചിട്ടുള്ള സതീശന്റെ കഥയെന്ന് ശോഭ പറഞ്ഞു. PV അൻവർ ആഫ്രിക്കയിൽ 4000 കോടി രൂപ നിക്ഷേപിച്ചത് എന്ത് പണിയെടുത്തിട്ടാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ആ തുക ആരുടേതാണ് എന്ന് ശോഭ ചോദിച്ചു. പിണറായി വിജയനും PV അൻവറും KT ജലീലും എല്ലാം ചേരുന്നതാണ് കള്ളക്കടത്ത് സംഘമെന്ന് ശോഭാ സുരേന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചു. മറ്റുള്ളവരുണ്ടാക്കിയ പണത്തിന്റെ പിന്നാലെ, അവർ ഈ കേരളത്തെ ചതിച്ച് സ്വതന്ത്ര ഭാരതത്തെ ചതിച്ചുണ്ടാക്കിയ പണത്തിന്റെ പിന്നാലെ പോയ അൻവർ എന്തുകൊണ്ടാണ് സ്വന്തം മടിയിലെ കനം ഏത് രൂപത്തിലാണ് എന്ന് നോക്കാതിരുന്നത്? ഇപ്പോ നിലമ്പൂർ MLA PV അൻവറിനെതിരെ വീണ്ടും പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഔദ്യോഗിക രഹസ്യം ചോർത്തി എന്ന ഒരു പരാതിയിലാണ് PV അൻവറിനെതിരെ മഞ്ചേരി പോലീസ് കേസെടുത്തത്. മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസ്. ഇതോടെ അൻവറിന് കുരുക്ക് മുറുകും. ഇനിയും കേസുകൾ അൻവറിനെതിരെ വന്നേക്കും. ഒരു കൊലപാതക കേസിൽ കോടതിയിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ടും ഇനി നിർണായകമാകും. അങ്ങനെ അൻവറിനെ കേരള പോലീസ് ഏതാണ്ട് ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞു. അരീക്കോട് ക്യാമ്പിൽ ADGP MR അജിത് കുമാറും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനും വേണ്ടി ഫോൺ ചോർത്തി എന്നായിരുന്നു അൻവറിന്റെ ആരോപണം. അൻവർ ഔദ്യോഗിക രഹസ്യം ചോർത്തി എന്നാണ് FIR-ൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അൻവർ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ ആധാരമാക്കി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് IT ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതും ജാമ്യമുള്ള കേസാണ് എന്നാണ് സൂചന. മുമ്പിട്ടതും ജാമ്യമുള്ള വകുപ്പിലെ കേസാണ്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നതിനായി അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നതായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ആരോപണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അൻവർ ഫോൺ ചോർത്തൽ ഉന്നയിച്ചത്. ADGP മന്ത്രിമാരുൾപ്പെടെ ഫോൺ ചോർത്തി എന്ന ആരോപണം ഒന്നിലധികം പ്രാവശ്യം അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് നിരീക്ഷണത്തിന്റെ മറവിൽ ഫോൺ ചോർത്തി എന്നാണ് ആരോപണം. മറുനാടൻ മലയാളിയെ ചെസ് നമ്പർ ഇട്ട് പൂട്ടാനുള്ള അൻവറിന്റെ ശ്രമം കോടതി ഇടപെടലുകളുടെ പൊളിഞ്ഞടുങ്ങി. അന്ന് വീരവാദം പറഞ്ഞ അൻവർ ഇപ്പോൾ ഇരവാദവുമായി പ്രതിരോധത്തിനെത്തുകയാണ്. അതോടൊപ്പം താൻ ഫോൺ ചോർത്തിയതായി
സ്വന്തമായി അൻവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു എന്ന് മറുനാടൻ രാജ്യരഹസ്യങ്ങൾ ചോർത്തി എന്ന പേരിലായിരുന്നു അൻവർ പരാതി കൊടുത്തത്. പക്ഷെ അതേ അൻവർ തന്നെ പിന്നീട് അത് മാറ്റി പറയുന്നു. താൻ ഫോൺ ചോർത്തി എന്ന് സ്വന്തമായിട്ട് തന്നെ അൻവർ അവകാശപ്പെട്ടു. ഫോൺ ചോർത്തി എന്ന പരാതിയിൽ മുമ്പും PV അൻവറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോട്ടയം സ്വദേശിയുടെ പരാതിയിലായിരുന്നു കറുകച്ചാൽ പോലീസ് കേസെടുത്തത്. ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻസ് നിയമപ്രകാരമാണിത്. ഇത് ജാമ്യമുള്ള വകുപ്പ് പ്രകാരമുള്ള കേസായിരുന്നു. ഇനിയും കേസുകൾ അൻവറിനെതിരെ വരുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ഇരവാദം ചർച്ചയാക്കുകയാണ് അൻവർ. അതിനിടയിൽ കേസിന്റെ പ്രതികരണവുമായി അൻവറും രംഗത്ത് വന്നു. താൻ കുത്തുന്നത് കൊമ്പനോടാണ്, തന്നെ വളഞ്ഞിട്ട് കുത്താൻ ശ്രമിക്കുന്നത് കുങ്കിയാനകളാണെന്നും PV അൻവർ പരിഹസിച്ചു. തനിക്കെതിരെ കേസുകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കാം. ചുരുങ്ങിയത് 100 കേസെങ്കിലും വരുമായിരിക്കും. LLB പഠിക്കാൻ പറ്റുമോ എന്നതാണ് ചിന്തിക്കുന്നതെന്നും PV അൻവർ പരിഹസിച്ചു. ഫോൺ ചോർത്തുന്നതിൽ കേസില്ല, ഫോൺ ചോർത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിലാണ് കേസ്. ഇതെന്ത് നീതിയാണ് എന്ന് PV അൻവർ ചോദിച്ചു. അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ല എന്ന് PV അൻവർ വ്യക്തമാക്കി. ഞായറാഴ്ച സമ്മേളനത്തിന് ശേഷം തിങ്കളാഴ്ച സഭയിലെത്താൻ കഴിയുമെന്ന് കരുതുന്നില്ല. നിയമസഭയിൽ എവിടെ ഇരിക്കണമെന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യുമെന്നും സീറ്റില്ലെങ്കിൽ നിലത്തിരിക്കുമെന്നും PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. സഭയിൽ ഭരണപക്ഷത്ത് നിന്ന് പ്രതിപക്ഷത്തേക്ക് എത്തിയതിൽ ഉത്തരവാദിത്വം LDF-നാണ്. CPM-നെ പ്രതിപക്ഷമാക്കാൻ വ്യഗ്രതയാണെന്നും PV അൻവർ വിമർശിച്ചു. P ശശിയുടെ വക്കീൽ നോട്ടീസിനെ നേരിടുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. P ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല. തനിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയവർക്കെതിരെയല്ല, എഴുതിക്കൊടുത്ത് വിളിപ്പിക്കുന്ന ആളുകൾക്കെതിരെ അതേപോലെ തന്നെ അവരെ നേരിടുമെന്നും അൻവർ പറഞ്ഞു. LDGP MR അജിത് കുമാറിനെ ഉടൻ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് തനിക്കും അറിയാം. സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്, അത് ചെയ്യില്ല. തന്നെ കുറ്റവാളിയായി ജയിലിൽ അടയ്ക്കാനാണ് നീക്കം. പാവപ്പെട്ട സഖാക്കൾ ഇത് മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനത്തെക്കുറിച്ചൊക്കെ അൻവറിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ്, അൻവർ ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആഫ്രിക്കയിലെ 4000 കോടി നിക്ഷേപത്തിന്റെ രഹസ്യങ്ങൾ ചുരുളഴിച്ച് പുറത്തു കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നത്. അതുപോലെ പിണറായി വിജയനും VD സതീശനും ചേർന്ന് കളിക്കുന്ന ഒരു കൺകെട്ട് കളിയിൽ പലപ്പോഴും ജനങ്ങൾ നോക്കുകുത്തികളായി മാറുകയാണ്. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. ഇതിനു മുമ്പും ശോഭാ സുരേന്ദ്രൻ വിലപ്പെട്ട ധാരാളം തെളിവുകൾ, ധാരാളം വിവരങ്ങൾ നിർഭയം കേരളത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ PV അൻവർ എവിടെ ഇരിക്കുമെന്നത് വിഷയമാണ്. CPM MLA-മാരുടെ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകിയ സാഹചര്യത്തിൽ നിലത്തിരിക്കാനും താൻ തയ്യാറാണ് എന്ന് അൻവർ പറഞ്ഞ് സാധാരണക്കാരുടെ മനസ്സിൽ വീണ്ടും ഒരു സാധാരണക്കാരനായി തന്നെ അൻവർ ഇടം പിടിക്കുകയാണ്. അതേസമയം PV അൻവർ MLA-യെ പിന്തുണച്ച് കൊടുവള്ളിയിൽ വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വാവാട് സഖാക്കൾ എന്ന പേരിലാണ് കൊടുവള്ളിയിൽ ബോർഡ് സ്ഥാപിച്ചത്. ഈ ഫ്ലക്സ് ബോർഡ് പിന്നീട് CPM പ്രവർത്തകർ എടുത്തുമാറ്റി. കൊടുവള്ളി, വാവാട്, വെണ്ണക്കോട്, കരുകംപൊയിൽ തുടങ്ങിയ കൊടുവള്ളിയുടെ വിവിധ ഇടങ്ങളിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. കൊടുവള്ളിയിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് വാവാട് സഖാക്കൾ എന്ന പേരിലായിരുന്നു. ജനകീയ കൂട്ടായ്മ, PV അൻവറിന് പിന്തുണ തുടങ്ങിയ പേരുകളിലായിരുന്നു മറ്റിടങ്ങളിലൊക്കെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ചോദ്യങ്ങളോടുള്ള ഒളിച്ചോട്ടം പാർട്ടിക്ക് മാനക്കേടല്ലേ? RSS താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ആഭ്യന്തര സഖാക്കൾ തിരിച്ചറിയുക. അധികാരത്തിന്റെ ഹുങ്കുകൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും സത്യത്തെ ഇല്ലാതാക്കാമെന്ന് കരുതണ്ട. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പാർട്ടിയും മുഖ്യമന്ത്രിയും മറുപടി പറയുക, പാവപ്പെട്ട സഖാക്കളുടെ മാനം രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഫ്ലക്സ് ബോർഡിൽ എഴുതി വെച്ചിരുന്നത്. വാവാട് സഖാക്കൾ എന്ന പേരിൽ വെച്ച ഫ്ലക്സ് ബോർഡാണ് CPM പ്രവർത്തകർ എടുത്തുമാറ്റിയത്. മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗ് വിട്ട് CPM-ലെത്തിയ ആളുകളാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് എന്നായിരുന്നു അവകാശവാദം. 3 ദിവസത്തിനുള്ളിൽ തന്നെ മന്ത്രിയാക്കിയില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ് NCP തോമസ് K. തോമസ്, അദ്ദേഹമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പുതിയ തലവേദന. അൻവറിന്റെ തലവേദന തീർന്നിട്ടില്ല.
ശോഭാ സുരേന്ദ്രന്റെ തലവേദന അവസാനിച്ചിട്ടില്ല. അപ്പോഴേക്ക് ദാ CP തോമസ് കെ തോമസ് അദ്ദേഹത്തിന്റെ പുതിയ തലവേദനയാണ് പിണറായി വിജയന്റെ തലയിലേക്ക് ഏറുന്നത്. അന്ത്യശാസനമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. അനുകൂല നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകുമെന്നും പലതും തനിക്കും പറയാനുണ്ടെന്നും തോമസ് കെ തോമസ് അറിയിച്ചതായും സൂചനയുണ്ട്. NCPയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം ഒരു വിഭാഗം NCP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. മന്ത്രി മാറ്റം പാർട്ടിയുടെ തീരുമാനമാണ്. അനിശ്ചിതത്വത്തിന്റെ കാരണം തനിക്കറിയില്ലെന്നും തീരുമാനം വൈകാൻ പാടില്ലെന്നും അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. മന്ത്രിസഭയിലെ NCPയുടെ പ്രതിനിധിയായ AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ നിയോഗിക്കണമെന്ന് NCP ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് സമവായം ഉണ്ടാകാത്തതിനെ തുടർന്ന് ദേശീയ നേതൃത്വം ഇടപെട്ട് മന്ത്രിസ്ഥാനം ഒഴിയണമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം AK ശശീന്ദ്രൻ അംഗീകരിച്ചിരുന്നില്ല. എല്ലാം കൊണ്ടും മുഖ്യമന്ത്രിക്ക് ചാകരേ നന്ദി.